ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടിഷ്യൂ പേപ്പറുകളും ചാർട്ട് പേപ്പറും വെച്ച് സിമ്പിൾ ആയിട്ടൊരു വാൾ ഡെക്കർ ചെയ്തെടുക്കാം. 5 ടിഷ്യൂ പേപ്പറുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള 5 ടിഷ്യൂ പേപ്പറുകൾ നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തു. ഇനി നമുക്കത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ടിഷ്യൂ പേപ്പറുകൾ വെച്ച് നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ്. ഇപ്പൊ നമ്മൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തു. 2 ക്രാഫ്റ്റ് ഐഡിയകളാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഓരോന്നും ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിന്റെ ഈ ഒരു ഭാഗവും നമുക്ക് അതുപോലെ മടക്കി കൊടുക്കണം. ഇനി നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതിനിടയിലൂടെ എല്ലാ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചെടുക്കണം. ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 2 റൗണ്ട് ഷേപ്പുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചാർട്ട് പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കട്ട് ചെയ്തെടുത്തു. അതിലൊരെണ്ണം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ടിഷ്യൂ പേപ്പറുകൾ കൊണ്ട് ചെയ്തെടുത്തതെല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമുക്കത് ഓരോന്നായി ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിത് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഈ ഒരു റൗണ്ട് പീസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മൾ ടിഷ്യൂ പേപ്പറുകൾ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള വാൾ ഡെക്കർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പണി കൂടെ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ചാർട്ട് പേപ്പറിൽ നിന്ന് ഹോൾ പഞ്ച് വെച്ച് കുഞ്ഞു കുഞ്ഞു റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ടിഷ്യൂ പേപ്പറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കത് ഓരോന്നായി ഒട്ടിച്ചെടുക്കണം. ഇപ്പൊ നമ്മൾ ഒരെണ്ണത്തിൽ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ഇതളുകളിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു വാൾ ഡെക്കർ ചെയ്തെടുക്കാനായിട്ട്? അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മുടെ അടുത്ത ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കത്തി വെച്ച് ഇതുപോലെയാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന്റെ ഈ ഒരു ഭാഗത്തായി നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ കെട്ടുകമ്പിയിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കെട്ടുകമ്പി നമുക്ക് ഇതുപോലെയാണ് അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. പിന്നീട് നമ്മളിവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിന്റെ ഈ ഒരു ഭാഗം ചെറുതാക്കി ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അത് നിവർത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ മടക്കി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഓരോന്നും നമുക്ക് ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇപ്പൊ നമ്മൾ അതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തു. നമ്മളൊരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അതിന്റെ നടുക്കായിട്ട് വെച്ചു കൊടുക്കാനുള്ളതാണിത്. അപ്പൊ ഇതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇത് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒട്ടിക്കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയാണ്. പിന്നീട് നമ്മൾ ചാർട്ട് പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇത് നമുക്ക് ഫ്ലവറിന്റെ ഇതളുകൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
അപ്പൊ നമ്മൾ ഇതളിന്റെ ഷേപ്പിൽ ഇതിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ ഓരോന്നിനും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഓരോ ഇതളുകളും നമുക്ക് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന 2 ക്രാഫ്റ്റ് വർക്കുകളും നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമ്മൾ ഇതളുകളെല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഫ്ലവറിന്റെ താഴെയായിട്ട് ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന്റെ ഈ ഒരു ഭാഗത്തായി നമ്മൾ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൂക്കളൊക്കെ ചെയ്തെടുക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവറിന്റെ താഴെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതിലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മൾ അതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലവറിന്റെ തണ്ടിലേക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ്. നമ്മളിവിടെ റോൾ ചെയ്തെടുത്തതിന്റെ ഈ ഒരു ഭാഗത്തായി നമ്മൾ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തായി നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലവറിന്റെ കമ്പി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള 2 ഇലകൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 ഇലകൾ കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇലകളൊന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടി കത്രിക വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിന്റെ നടുക്കായിട്ട് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കണം. യെല്ലോ കളർ വൂളൻ ത്രെഡ് ആയിരുന്നു വേണ്ടത്. അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചെടുത്തു. ഇതുപോലെ തന്നെ ഒരു ഫ്ലവറും കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള 2 ക്രാഫ്റ്റ് വർക്കുകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള 2 ക്രാഫ്റ്റ് ഐഡിയകളും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.